ശ്രീ അജിത് രവീന്ദ്രൻ, ഈ പരസ്പരം പഴിചാരിയുള്ള രക്ഷപ്പെടൽ ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇതിനൊരു ഏകോപനം ഉണ്ടാകാതിരുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് അത് സർക്കാരിന്റെ ഒരു പിടിപ്പ് കേടാണ്. അത് സമ്മതിക്കേണ്ടി വരുന്നു. ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകുന്ന സമയത്തും ഈ ദുരന്തം ഉണ്ടായപ്പോൾ ജോയിയെ രക്ഷിക്കുവാനാണ് എല്ലാവരും കൈമേയ് മറന്ന് പ്രവർത്തിച്ചത്. ആ രീതിയിലാണ് മാധ്യമങ്ങളും വാർത്ത നൽകിയത്. പക്ഷേ ഈ മാലിന്യത്തോട്ടിലൂടെ ഇത്രയും മാലിന്യങ്ങൾ ഒഴുകി നടക്കുന്ന കാര്യം എത്രയോ തവണ റിപ്പോർട്ട് ചെയ്തതാണ്. ഞങ്ങൾ പലതവണ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. അന്നേരം ഒന്നും ഉണർന്നില്ല. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ടതിന്റെ ആവശ്യകത എല്ലാവർക്കും. പക്ഷേ ആ സമയം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. ഒടുവിൽ ഒരു ജീവൻ വിലയായി നൽകേണ്ടി വന്നപ്പോൾ ഞങ്ങളല്ല നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. ഇവിടെ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഈ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നഗരസഭ വിവിധ ഘട്ടങ്ങളിലായി ചെയ്തിട്ടുണ്ട്. അത് പ്രീ മൺസൂൺ ആകട്ടെ, അതിനുശേഷം കൗൺസിലർമാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മുടെ ക്ലീനിങ് ആക്ടിവിറ്റീസ് ബാക്കിയുണ്ടെങ്കിൽ അത് ഓരോ വാർഡിന് 1 ലക്ഷം രൂപ എന്നുള്ള നിലയ്ക്ക് ഒരു വാർഡ് 100 വാർഡുള്ള തിരുവനന്തപുരം നഗരസഭയിൽ 1 ലക്ഷം രൂപ ഒരു വാർഡിന് അനുവദിക്കുകയാണ്. ആ അനുവദിച്ചതിന് പുറമെ ആ 1 ലക്ഷം രൂപയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നഗരസഭ വീണ്ടും ആവശ്യപ്പെടുകയാണ്, ഏതെങ്കിലും വർക്ക് പെൻഡിങ് ഉണ്ടോ, അഡീഷണൽ എക്സ്പെൻസ് ആവശ്യമുണ്ടോ. അഡീഷണൽ എക്സ്പെൻസ് ആവശ്യപ്പെട്ട വിവിധ വാർഡുകളിലേക്ക് ആ എസ്റ്റിമേറ്റിനനുസരിച്ചുള്ള തുക നീക്കിയിരുത്തിയിട്ടുണ്ട്. നഗരസഭ എന്നുള്ള നിലയിൽ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഓട അല്ലെങ്കിൽ ഈ കനാൽ, ചാല് ഇതൊക്കെ പറയുമ്പോൾ നഗരസഭയുടേതായ ഓട എത്രണ്ണമുണ്ട്, ഇറിഗേഷൻ്റെ ഓട എത്രണ്ണമുണ്ട്, മൈനർ ഇറിഗേഷൻ്റെ ഓട എത്രണ്ണമുണ്ട്, അതുപോലെ തന്നെ PWD ഓട, ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് ആരാണ്? ഇതിനൊരു OANDM വേണ്ടേ? നമ്മൾ ഈ ഒരു അവസരത്തിൽ ഈ നമ്മുടെ പ്രിയ സഹോദരൻ ജോയിയുടെ വേർപാടിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനൊരു OANDM വേണ്ടേ? പക്ഷേ ഇതിനകത്ത് ഒരു കോർഡിനേറ്റർ ഉണ്ടല്ലോ സർക്കാർ എന്ന് പറയുന്നത്. തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിക്ക് അതിന്റെ ചുമതലയുള്ളതാണ്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഓർത്തു പോവുകയാണ്, 2 ആഴ്ച മുമ്പ് നിയമസഭയിൽ ഇതിനായുള്ള ഉപക്ഷേപം വന്ന സമയത്ത് മന്ത്രിയുടെ വാക്കുകൾ, അതിൽ ഒറ്റ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് തടസ്സമുണ്ടായുള്ളൂ, അത് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന സമയത്തായിരുന്നുവെന്ന്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ കാര്യങ്ങൾ ചെയ്യിക്കുന്നതിന് അത് തടസ്സമാകുന്നില്ലല്ലോ, യോഗങ്ങൾ കൂടുന്നതിലല്ലേ തടസ്സമാകുന്നുള്ളൂ എന്ന്. പക്ഷേ അത് സമ്മതിക്കുന്നില്ല. മന്ത്രി പറയുകയാണ് പ്രതിപക്ഷം വെറുതെ ഈ വിഷയം ആവശ്യമില്ലാത്ത ഉന്നയിക്കുകയാണെന്ന്. ഇപ്പോൾ എന്തായി? ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നഗരസഭയുടെ ഭാഗത്തു നിന്ന് പറയുമ്പോൾ നഗരസഭ കൃത്യമായി ഈ വർക്കുകൾ മോണിറ്റർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ ഇല്ലാത്ത തരത്തിൽ ഇത്തവണ സോണൽ കേന്ദ്രീകരിച്ച്, സോണൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നഗരസഭയുടെ എല്ലാ സോണൽ ഓഫീസുകളിലും ബന്ധപ്പെട്ട അധികാരികളെ ചുമതലപ്പെടുത്തി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ആളുകളെയും വരുത്തി, അതായത് KSEB, വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ, സിവറേജ്, അതുപോലെ തന്നെ മൈനർ ഇറിഗേഷൻ, PWD, അങ്ങനെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണോ ഇതിൻ്റെ ഭാഗമായി കോർഡിനേറ്റ് ചെയ്യപ്പെടേണ്ടത്, ആ കോർഡിനേറ്റ് ചെയ്യപ്പെടേണ്ടുന്ന എല്ലാ വിഭാഗങ്ങളെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും വിളിച്ചു വരുത്തി ഓരോ സോണലിലും മേയർ നേരിട്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺമാരുടെ നേതൃത്വത്തിലും അവലോകന യോഗം, റിവ്യൂ യോഗം നടത്തിയിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മാസം നടത്തിയ റിവ്യൂ യോഗത്തിൽ റെയിൽവേയുടെ പ്രതിനിധി പങ്കെടുത്തിരുന്നു. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തതാണ്. ഈ തൊട്ട് കഴിഞ്ഞ മാസം നടന്ന യോഗത്തിൽ, മെയിൻ ഓഫീസിൽ കൂടിയ യോഗത്തിൽ റെയിൽവേയുടെ ഒരു പ്രതിനിധി പോലും പങ്കെടുത്തിരുന്നില്ല. അവിടെ കർക്കശമായ നിലപാടാണ് ശ്രീമതി നഗരസഭയുടെ ആരാധ്യയായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഈ വിഷയത്തിൽ നിലപാടെടുത്തിരുന്നത്. കർക്കശമായി, വളരെ കർക്കശമായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനം ഉണ്ടാകണം, ഗവൺമെൻറ് തലത്തിൽ ഏകോപനം ഉണ്ടാകേണ്ടത് ഗവൺമെൻറ് തലത്തിൽ ഏകോപനമുണ്ട്. ഇവിടെ ഈ പ്രത്യേക നമ്മുടെ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇതിനകത്ത് ഇടപെട്ടിട്ടില്ലേ? നഗരസഭാ സെക്രട്ടറി നിരന്തരം ഈ റെയിൽവേ ഇത് ചൂണ്ടിക്കാണിച്ച് നമ്മൾ ആ ആക്ഷനിലേക്ക് പോകണം, അവിടെ മാലിന്യം വളരെ രീതിയിൽ ആ പറയുന്ന പോർഷൻ റെയിൽവേയുടെ ഉടമസ്ഥയിലുള്ള പോർഷൻ, ആ ഒരു പോർഷനിൽ മാലിന്യം മാത്രമല്ലോ അജിത്, നഗരത്തിൽ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ അവിടെ എത്രയുണ്ട്? ഈ റെയിൽവേയുടെ പരിധിയിൽ വരുന്ന ഏതാണ്ട് 120 140 മീറ്റർ സ്ഥലത്ത് മാത്രമായിരുന്നു ഈ മാലിന്യങ്ങൾ ഉണ്ടായിരുന്നത്, ആ റെയിൽവേ ട്രാക്കിനടിയിലൂടെ കടന്നു പോകുന്നത്. അതിനു മുൻപ് ഉള്ള ഭാഗങ്ങളൊക്കെ കോർപ്പറേഷന്റെ ഭാഗത്താണ് ഈ മാലിന്യങ്ങൾ മുഴുവനും കണ്ടത്. ഒരാൾക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന് ഈ സ്വന്തം അമ്മയെ പോറ്റേണ്ട ഒരാളാണ്. കുറച്ച് പണം കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത്രയും ആയല്ലോ എന്ന തൊഴിലാളിയായ ജോയിക്കുള്ള തോന്നൽ, അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ മാലിന്യ തോട്ടിലേക്ക് ഇറങ്ങിയത്. നമുക്ക് ആർക്കും പറ്റാത്ത കാര്യമാണ്. അഗ്നിരക്ഷാ സേനയുടെ ആളുകൾ, ഡൈവിംഗ് ടീം, അവരവിടെ സ്കൂബ ഡൈവേഴ്സ്, അവരവിടെ വന്ന് കാണിക്കുന്ന കാഴ്ചകൾ എത്രമാത്രം നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാണ് അവർ അവിടെ നിന്നത്. ജീവൻ പോലും അവർ പണയപ്പെടുത്തിയാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതൊക്കെ കാണുമ്പോൾ പോലും കണ്ണു തുറക്കുന്നില്ല. അവിടെ പരസ്പരം പഴിചാരുകയാണ് ചെയ്യുന്നത്. ഇതല്ല വേണ്ടത്. എന്തുകൊണ്ട് മേയർക്കൊക്കെ ഈ കുറ്റം സമ്മതിച്ചുകൂടാ?
ഇല്ലാത്ത ഉത്തരവാദിത്തം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി പ്രവണത ശരിയല്ല. നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എവിടെ വെച്ചാണ്? ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു വിലപ്പെട്ട മനുഷ്യജീവൻ അപകടത്തിലെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എംപ്ലോയ്മെൻറ്റ് ഓഫ് മാനുവൽ സ്കാവഞ്ചിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഡ്രൈ ലാട്രിൻസ് പ്രിവെൻഷൻ ആക്ട് 1993 നഗ്നമായ ലംഘനം നടത്തിയതാരാണ്? ഇന്ത്യൻ റെയിൽവേയാണ്. നമുക്കറിയാം കഴിഞ്ഞ 2-3 വർഷക്കാലത്തിനിടയിലാണ് ഇന്ത്യൻ റെയിൽവേയിൽ ബയോ ടോയ്ലറ്റുകൾ വന്നത്. അതുവരെ ഇന്ത്യൻ റെയിൽവേയുടെ മാലിന്യം ഇത്തരത്തിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. തിരുവനന്തപുരം നഗരസഭ പരിധിയിലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരം ഈ നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഒരു സീവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഇല്ല, ETP ഇല്ല. ഇതിന് സമാനമായ അനുഭവം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വേളിയിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് നഗരസഭ കാര്യക്ഷമമായി ഇടപെട്ടു. ഇതിനു മുമ്പ് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതാണ്. വേളിയിൽ മാലിന്യ കൂമ്പാരം വന്നപ്പോൾ നഗരസഭ ഇടപെട്ടു, നോട്ടീസ് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ MCF പണിയുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ മാലിന്യം നീക്കുന്നതിന് മുൻപ് ഒരു ഇടപെടൽ നടത്തിയ ഇപ്പോൾ നിലവിലെ വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA, അദ്ദേഹം മേയറായിരുന്ന കാലത്ത് അവിടെ മാലിന്യ നീക്കം നടത്തുകയും അതിൻ്റെ പേരിൽ കോർപ്പറേഷനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും റെയിൽവേ ആക്ട് അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിയമ നടപടിക്ക് പോയതാണ്. ഇന്ന് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഇവിടെ ഒരു കരാറ് കൊടുത്തു എന്ന് പറയപ്പെടുന്നു. റെയിൽവേ കൊടുത്ത കരാറിനെ കുറിച്ച് ഈ മാധ്യമങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട്? ആ കരാർ എങ്ങനെയാണ് കരാർ നടപ്പിലാക്കിയത്? കരാറിൻ്റെ നാൾ വഴികൾ എന്താണ്? ആ കരാർ എടുത്ത വ്യക്തി ആരാണ്? ഇവിടെ ആ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? JCB അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ആ മാലിന്യം നീക്കം ചെയ്യുന്നത്. അവിടെയാണ് ഈ ഒരു അമ്മയെ പോറ്റേണ്ടുന്ന മകനെ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ അത്തരത്തിലൊരു വ്യക്തിയെ ആ അഴുക്ക് ചാലിലേക്ക് എടുത്ത് അല്ലെങ്കിൽ അയാളുടെ നിവൃത്തികൾ കൊണ്ട് അദ്ദേഹത്തിന് ഇറങ്ങി പോകേണ്ടി വരും. അവിടെയാണ് ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷനിലാണ് പ്രശ്നം. റെയിൽവേ സദുദ്ദേശപരമായ ആ ചാല് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചു എന്നിരിക്കട്ടെ, എന്തുകൊണ്ട് ഒരു എക്യുപ്മെൻറ്റ് അതിനകത്ത് ഉപയോഗപ്പെടുത്തില്ല? റെയിൽവേക്ക് ഫണ്ടില്ലാത്തതുകൊണ്ടല്ല. റെയിൽവേ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്നത് എന്താണ്? നഗരസഭ കൊടുത്ത നോട്ടീസിന് പ്രകാരമാണ് റെയിൽവേ ഈ ക്ലീനിങ് ആക്ടിവിറ്റി സദുദ്ദേശപരമായി ഏറ്റെടുത്തതെന്ന് ഇന്നലെ റെയിൽവേയുടെ ഉന്നത അധികാരി അവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് റെയിൽവേ നഗരസഭയെ അറിയിച്ചില്ല? ഞങ്ങൾ നിങ്ങളുടെ നോട്ടീസിൻ്റെ കൈപ്പറ്റിയിട്ടുണ്ട്, ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലീനിങ് ആക്ടിവിറ്റീസ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. നഗരസഭയുടെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ HI അല്ലെങ്കിൽ HS അടക്കമുള്ള ആളുകൾ ഈ ക്ലീനിങ് ആക്ടിവിറ്റി അതിന് മോണിറ്റർ ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകണം, ഞങ്ങളുടെ ഈ ക്ലീനിങ് ആക്ടിവിറ്റിക്ക് നഗരസഭയുടെ സഹകരണം ഉണ്ടാകണമെന്ന് എന്തുകൊണ്ടൊരു കത്തെഴുതി ഇന്ത്യൻ റെയിൽവേ ആവശ്യപ്പെട്ടില്ല? നമ്മൾ നിരസിക്കുമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് സ്വിച്ചിട്ടതുപോലെ നഗരത്തെ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ജീവനക്കാരുള്ള നമ്മളിവിടെ അടച്ചാക്ഷേപിക്കുന്നത് ജീവനക്കാരെയും കൂടെയാണ്, ആ ക്ലീനിംഗ് തൊഴിലാളികളെയും കൂടെയാണ്. ചെറിയ ഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കാണുന്ന ദൃശ്യങ്ങളൊന്നും റെയിൽവേയുടെ ഭാഗമല്ല, അംഗീകരിക്കുകയാണ്. ഇത് മൃതദേഹം കണ്ടെടുത്ത ജോയിയുടെ മൃതദേഹം കണ്ടെടുത്ത ഭാഗത്തെയാണ്. അപ്പൊ ഇതൊക്കെ ആരും നീക്കും? ഇവിടെയും ഒരു ശുചീകരണ തൊഴിലാളി തന്നെ ഇറങ്ങണമല്ലോ ഇത് ക്ലീൻ ചെയ്യാൻ. മഴക്കാല പൂർവ്വ സമയത്ത് ഇതൊക്കെ അത്തരത്തിലല്ല. ഞങ്ങൾ എൻ്റെ അടക്കം വാർഡുകളിൽ JCB ഉപയോഗിച്ചിട്ടാണ് ഈ വലിയ ഓടകൾ ക്ലീൻ ചെയ്തിരുന്നത്. ഈ പട്ടംതോട്, കണ്ണമ്മൂല തോട്, ഇതെല്ലാം ക്ലീനിങ് നടക്കണം. നമുക്ക് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളാണ്. ഈ പട്ടംതോടൊക്കെ കഴിഞ്ഞ ജനുവരി മാസത്തിൽ, ഞാൻ പട്ടംതോടിന്റെ കാര്യമാണ്, ജനുവരി മാസത്തിൽ എൻ്റെ വാർഡിലൂടെ 3 കിലോമീറ്റർ പോകുന്ന പട്ടംതോട് ജനുവരി മാസം മുതൽ എൻ്റെ ക്ലീനിങ് ആരംഭിച്ചത്. അതിന്റെ റിസൾട്ട് അവിടെ ഉണ്ട്. തമ്പാനൂര് തൊട്ടടുത്ത് നഗര ഹൃദയത്തിലാണ് ഇതെല്ലാം കാണുന്നത്. തീർച്ചയായും മാധ്യമങ്ങൾ കള്ളം പറയുന്നതല്ല.